ഇതുപോലുള്ള വിഷയങ്ങളൊന്നും പൊതുവെ പ്രതികരിക്കാത്ത ആളാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ കാതോലിക്ക ബാവ. അദ്ദേഹം ഇത് സഹികെട്ട് അദ്ദേഹം പോലും പറഞ്ഞു, ഇത് സമരാഭാസമാണ്, അക്രമമാണ്, വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ ഭ്രാന്താലയമാണ് ഇവിടെ എന്ന് അദ്ദേഹത്തിന് പറയേണ്ട വന്നത് എന്തുകൊണ്ടാണ്? അത്രയും മോശപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതുകൊണ്ട്. ഇത് ആർക്കാണ് മനസ്സിലാവേണ്ടത്? SFI നേതാക്കന്മാർക്ക് മനസ്സിലാവുന്നത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം തേനീച്ചക്കൂട്ടിൽ അല്ലെങ്കിൽ കടന്നൽക്കൂട്ടിൽ കല്ലിട്ട പോലെയാണ് അവരുടെ പ്രവർത്തനം. ഇവർക്ക് സൽബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടത് ഗോവിന്ദ മാഷാണ്, അല്ലെങ്കിൽ MA ബേബിയാണ്. MA ബേബിയൊക്കെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആളല്ലേ. അദ്ദേഹവും വലിയ വലിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതുപോലെ അനാവശ്യമായ അസംബന്ധ നിർഭരമായൊരു സമരം അദ്ദേഹം നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സമയത്ത് നടത്തിയിട്ടുണ്ട്. വൈക്കം വിശ്വൻ തൊട്ടിയും കിടക്കുള്ള എത്രയോ വിദ്യാർത്ഥി നേതാക്കളെ നമുക്കറിയാം. MA ബേബി അടക്കം, സുരേഷ് കുറുപ്പ്, CP ജോൺ, മത്തായി ചാക്കോ, ജെയിംസ് മാത്യു, ശ്രീരാമകൃഷ്ണൻ, സ്വരാജ്, ഇവരൊക്കെ വിദ്യാർത്ഥി സംഘടന നയിച്ചവരല്ലേ. സമരത്തിനൊക്കെ ഒരു ന്യായം വേണ്ട, ഒരു തത്വദീക്ഷ വേണ്ടേ? ഇവിടെ നിന്നിട്ട് ഈ ഗവർണർക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ച് ഗവർണർ പിരിഞ്ഞു പോകും? ഒരിക്കലും പോകില്ല. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ അപ്പോയിൻ്റ് ചെയ്തതാണ്.